മെഡിക്കൽ ലബോറട്ടറീസ് ഓണേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുടർ വിദ്യാഭ്യാസ പരിപാടിയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിക്കുന്നു. ജൂലൈ 14 ഞായറാഴ്ച താമക്കര മലബാർ റെസിഡൻസിലാണ് പരിപാടി നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK രജീഷ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ഒരു കൺവെൻഷനും അതുപോലെ തന്നെ തുടർ വിദ്യാഭ്യാസ പരിപാടി നടത്തിയാണ്. ഗവൺമെൻറ് കൊണ്ടുവന്ന ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബില്ലിൻ്റെ ഭാഗമായി ലബോറട്ടറിയുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഈ മേഖലയിൽ കഴിഞ്ഞ 12 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന സംഘടന എന്ന രീതിയിൽ മുഴുവൻ ലബോറട്ടറികളുടെയും കുറ്റമറ്റതായ രീതിയിലുള്ള റിസൾട്ട് നൽകുന്നതിന് അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള ക്വാളിറ്റി കൺട്രോൾ പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ഞങ്ങൾ ഗവൺമെൻറ് തലത്തിൽ ഗവൺമെൻറ്റിനോട് നിരവധി കാലങ്ങളെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതും ഈ കേരളത്തിലെ ഒരു ഗവൺമെൻറ് നിയമം കൊണ്ടുവരണമെന്നും ആ നിയമം കൊണ്ടുവന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ലബോറട്ടറികളെ നിയന്ത്രിക്കണമെന്നും ആദ്യം ആവശ്യപ്പെട്ട സംഘടനയും അതോടൊപ്പം തന്നെ ക്വാളിറ്റി കൺട്രോൾ ഈ ലാബുകളുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് തന്നെ ക്വാളിറ്റി കൺട്രോൾ മെറ്റീരിയലുകൾ നൽകണമെന്ന് ആവശ്യപ്പെട്ട സംഘടന കൂടിയാണ്. ഇതിൻ്റെ ഭാഗമായി 2010 കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബില്ലും അതിൻ്റെ ചുവട് പിടിച്ച് സംസ്ഥാനത്ത് നടപ്പിലാക്കിയപ്പോൾ കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റമാണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഈ നിയമത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മിനിമം സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ മാക്സിമം സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നു. ആ സമയത്തും നമ്മുടെ ലബോറട്ടറിയിലെ ടെക്നീഷ്യന്മാർക്ക് ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തുടർ വിദ്യാഭ്യാസ പരിപാടി കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടന കൂടിയാണ്. ഇതിൻ്റെ ഭാഗമായി തന്നെ കണ്ണൂർ ജില്ലയിലെ മുഴുവൻ മെമ്പർ ലാബുകളെയും ടെക്നീഷ്യന്മാർക്ക് അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന്മാർക്ക് ഉൾപ്പെടെ ഈ മേഖലയിൽ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജിയെക്കുറിച്ചുള്ള ഒരു തുടർ വിദ്യാഭ്യാസ പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ 14 വർഷക്കാലമായി ലബോറട്ടറി മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് MLOA. സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ടെക്നീഷ്യന്മാർക്ക് പുതിയ ടെക്നോളജിയെക്കുറിച്ചുള്ള അറിവിനും കൃത്യത ഉറപ്പുവരുത്തുന്നതിനും ജില്ലാതലത്തിലും ഏരിയ തലത്തിലും തുടർ വിദ്യാഭ്യാസ പരിപാടികൾ നടത്തിവരാറുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ രജീഷ് കുമാർ PK, ഉമേഷ് കുമാർ V, ശ്രീനിവാസൻ KV, സ്മിജ KV എന്നിവർ പങ്കെടുത്തു.